സന്തോഷ് സർലിങ് ചേരുകയാണ് കടമ്പഴിപ്പുറത്ത് പാലക്കാട്ടെ ശ്രീനന്ദയുടെ വീട്ടിന് മുന്നിൽ നിന്ന്. സന്തോഷ്, എന്താണ് അവിടെ ആരൊക്കെയാണ് പ്രമുഖരായവർ എത്തിച്ചേർന്നത്? ഒരുപക്ഷെ ഒരു നാടിൻ്റെ ആകെ തേങ്ങലായി മാറുകയാണ് ശ്രീനന്ദ. സിജു, 10:50 ശ്രീനന്ദയുടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ അവരുടെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചു. കടമ്പഴിപ്പുറത്തെ വീട്ടിൽ അവരുടെ സഹോദരനുണ്ട്. ആകെ ഒരു സഹോദരൻ മാത്രമാണുള്ളത്. കൂടാതെ മുത്തശ്ശനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കാണിക്കാനായി മൃതദേഹം ആംബുലൻസിൽ നിന്ന് നേരെ വീട്ടിനുള്ളിലെ ഒരു മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ തന്നെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു ഒരു 5 മിനിറ്റോളം അവർക്ക് കാണണം. അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. ഇതറിഞ്ഞതു മുതൽ സഹോദരനൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. മറ്റാരോടും മിണ്ടാതെ അവൻ ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിയുകയായിരുന്നു. ഇന്നിപ്പോൾ അച്ഛനും അമ്മയും എത്തിയപ്പോൾ ആദ്യം അയാൾ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ്. അതിനുശേഷമാണ് ഈ മൃതദേഹം കണ്ടത് സഹോദരൻ. തുടർന്ന് മുത്തശ്ശനുമൊക്കെ ഇപ്പോൾ കാണുകയാണ്. അല്പസമയത്തിനകം വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ പുറത്ത് നാട് തന്നെ ഒന്നടങ്കം കാത്തു നിൽക്കുകയാണ് അവസാനമായി ശ്രീനന്ദയെ കാണാൻ. ശ്രീനന്ദയോടൊപ്പം പഠിച്ച് സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾ രാവിലെ തന്നെയുണ്ട്. കൂടാതെ മറ്റ് പരിചയക്കാർ, വലിയൊരു ബന്ധുത്വമുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള 100 കണക്കിന് പേരാണ് രാവിലെ മുതൽ ഈ വസതിക്ക് ചുറ്റും കൂടിയിരിക്കുന്നത്. നമ്മളോട് എന്നത് തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ അവർ കാത്തു നിൽക്കുന്നു. ഇപ്പോഴേക്കും അദ്ദേഹം എത്തി. ഇനി ഇവിടെ ഒരു 2 മണിക്കൂർ നേരം പൊതുദർശനമുണ്ടാകും. അതിനുശേഷം തിരുവില്ലാമല ഐവർ മഠത്തിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ സംസ്കരിക്കാനാണ് തീരുമാനം. തൊട്ട് സമീപം ഇത്തരത്തിലൊരു ശ്മശാനമുണ്ട്. അതൊരു വൈദ്യുതി ശ്മശാനമാണ്. സാധാരണ അവിടെയും സംസ്കാര കർമ്മങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു ശ്മശാന പ്രവൃത്തി സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്തെത്താവുന്ന തിരുവില്ലാമല പാമ്പാടി അയ്യൂർമഠം ശ്മശാനത്തിലേക്ക് ശ്രീനന്ദയെ കൊണ്ടുപോകുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനു മുമ്പ് വേണ്ടുന്ന നടപടിക്രമങ്ങൾ തന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ വലിയച്ഛൻ ശശികുമാർ രാവിലെ തന്നെ പൂർത്തിയാക്കി. എന്തായാലും വലിയൊരു ആർക്കും അത്ര അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ബന്ധുക്കളെല്ലാം. അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഈ ശ്രീനന്ദയുടെ തിരോധാനം ഒരു ദുരൂഹതയായി അവർ ചൂണ്ടിക്കാണിച്ചത്. കാരണം 42 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ നിന്ന് പോയത്. അവരോടൊപ്പം തന്നെ അവരുടെ ഇടയിലാണ് ശ്രീനന്ദ ഉണ്ടായിരുന്നത്. ശ്രീനന്ദയുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം കളിച്ചൊരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നിന്ന് പെട്ടെന്ന് ശ്രീനന്ദ കാണാതാകുന്നത് അവർക്ക് അംഗീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളോടവർ പല തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. ഭാഷ അറിയാത്ത നാട്, അവിടെയുള്ള പ്രദേശവാസികളായിട്ട് ആദ്യഘട്ടത്തിൽ യാതൊരു സഹായവും നൽകില്ല. പോലീസും പിന്നീടാണ് സംസ്ഥാനത്തു നിന്നുള്ള ഇടപെടലിന് ശേഷം പോലീസ് കാര്യോചിതമായ അന്വേഷണത്തിന് പോയതും കൃത്യമായ പരിശോധനകൾക്കൊക്കെ നടത്തിയത്. അതും വീട്ടുകാർക്ക് തൃപ്തിയുണ്ട് താനും. പക്ഷേ എന്നാൽ പോലും 3 ദിവസം നീണ്ടിട്ടും കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് അവർ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തി കൊണ്ടുപോകാമോ എന്ന് അമ്മ പോലും പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെയോടുകൂടി ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് താഴെ 1500 അടി താഴ്ചയിൽ മരത്തിലൊരു കാല് കുടുങ്ങിയ നിലയിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതോടുകൂടി എല്ലാവരും ഞെട്ടലുണ്ടാക്കുകയായിരുന്നു. ഇവിടെ കുടുംബ വീട്ടിലുണ്ടായിരുന്ന വലിയച്ഛനെ നമ്മൾ ആ സമയത്ത് തന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഭാഗത്തേക്ക് എത്താനുള്ളൊരു സാധ്യതയില്ലാന്ന്. അതും ഈ പറയുന്നത് പോലെ ആദ്യം അത് അറിഞ്ഞതിനോടുള്ള വിഷമം കൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ ദുരൂഹതയില്ല. മകൾ ആ ഭാഗത്ത് എല്ലാവരോടൊപ്പം നിൽക്കുകയും എല്ലാവരോടും അതാണെങ്കിൽ നല്ല ഒരു കൊക്കയുടെ സൈഡാണ്. അവിടെ ബാരിക്കേഡുകളുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ബാരിക്കേഡുകളുടെ ഇടയിൽ ഭാഗത്തൂടെ ആൾക്കാർ കുറച്ചുകൂടി കൊക്കയുടെ സമീപം ചെന്ന് അതിൻ്റെ ഹൈറ്റൊക്കെ ഒരു കൗതുകം മൂലം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനന്ദയും അങ്ങനെ നോക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. വഴക്ക് പറഞ്ഞു തിരിച്ചു കയറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ആരുടെയെങ്കിലും കണ്ണ് വെട്ടിച്ച് ചെയ്തതായിരിക്കാം ശ്രീനന്ദ. അങ്ങനെ കാൽതിന്നി വീണതായിരിക്കാം എന്നാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ദുരൂഹതകളൊക്കെ നീങ്ങി. കാരണം ഇത്ര അടി ഉണ്ടാകുന്ന കുട്ടിയുടെ ഈ ശ്രീനന്ദയുടെ അച്ഛൻ്റെ സഹോദരൻ പറഞ്ഞത്, ആ കുട്ടി ഈ പറയുന്ന ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ദുരൂഹത ഇല്ല എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതായത് അപകടത്തിൽ ആകസ്മികമായി ഉണ്ടായൊരു വീഴ്ച എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതകളൊന്നും ഇല്ലെന്നും മനസ്സിലാക്കുന്നു. ഏതായാലും ഈ തലയുടെ വലതുഭാഗത്ത് ഏറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമായത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അതായത് സിജു, നമ്മളിപ്പോൾ അവരോട് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ അവരോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞത്
അദ്ദേഹത്തിനെ അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തി എന്ന സ്ഥലത്തെക്കുറിച്ച് ചിലർ നൽകിയ വിശദീകരണം ഇച്ചിരി തെറ്റായിരുന്നു. കാരണം ഇവർ വ്യൂ പോയിന്റിൽ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറുഭാഗത്താണ് കൊക്ക. ആ കൊക്കയിലാണ് മകൾ വീണ് കിടക്കുന്നത് എന്നാണ് പലരും പറഞ്ഞത്. ആക്ച്വലി അത് ശരിയല്ല എന്ന് ഇന്നലെ രാത്രിയോടുകൂടി ബാക്കിയുള്ളവരുമായി വിളിച്ച് സംസാരിച്ചപ്പോൾ നിന്ന് മനസ്സിലായി എന്നാണ് വല്യച്ഛൻ പറഞ്ഞത്. കൃത്യമായി ഇവരെല്ലാവരും നിന്ന വ്യൂ പോയിന്റിന് സമീപമുള്ള ബാരിക്കേഡിൻ്റെ അപ്പുറത്തൊക്കെ തന്നെയാണ് വീണിരിക്കുന്നത്. അവിടെ കാൽതെറ്റിന് വീഴാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ രാവിലെ പറഞ്ഞു. അതായത് അവർക്ക് ആദ്യം ഇത് അറിഞ്ഞപ്പോഴുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, ആ വിഷമത്തിൽ നിന്നും അതിനോടൊപ്പം തന്നെ മകളെ 3 ദിവസമായി കാണാത്തതിനെക്കുറിച്ചുള്ള വേദന നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടായൊരു ദുരൂഹതാ സിദ്ധാന്തം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടത്. എന്തായാലും അവർ തന്നെ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിരിക്കുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. കൃത്യം ഈ ഭാഗത്ത് വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർ അതിൽ ഭയം കുറച്ചെങ്കിലും ഇല്ല എന്ന് കാണിക്കാനായി സുരക്ഷാ നിയന്ത്രണങ്ങൾ, വേലിക്കെട്ടുകൾ മറികടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ആഴത്തിലുള്ള കൊക്കയുടെ ആഴമൊക്കെ പരിശോധിക്കുന്ന രീതിയിലൊക്കെ അഭിനയിക്കുകയും അങ്ങനെ റീലെടുക്കുകയും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വലിയൊരു അപകട സാധ്യതയാണ്. അപ്പോൾ ഈ ശ്രീനന്ദയ്ക്കും പറ്റിയത് അങ്ങനെ തന്നെയാണ്. സുരക്ഷാ വേലിക്കെട്ടുകൾ മറികടന്ന് പോകാനുള്ളൊരു സന്തോഷ്. ഈ 40 പേരാണല്ലോ ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഈ ശ്രീനന്ദയുടെ പ്രായത്തിലുള്ള എത്ര കുട്ടികൾ കൂടിയുണ്ട്? സാധാരണത്തിൽ ഈ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ചായിരിക്കുമല്ലോ ഇങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകാനൊക്കെ സാധ്യത. അത്തരത്തിൽ ഈ ശ്രീനന്ദയുടെ പ്രായത്തിലുള്ള മറ്റെത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അവരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തി? തീർച്ചയായിട്ടും പറയാം സിജു അതെന്താണെന്ന് വെച്ചാൽ ഈ കടമ്പഴിപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ വർഷവും പൂരം നടത്താറുണ്ട്. അപ്പോൾ പൂരത്തിന് ശേഷം പൂര ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കും. അപ്പോൾ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവരോ എല്ലാവരും കൂടി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം സംഘടിപ്പിച്ചു. അപ്പോൾ അത് കുടുംബസമേതമാണ് കഴിയുന്നതും എല്ലാവരും പോവുക. അപ്പോൾ അത് ശ്രീനന്ദ പ്രായം അല്ലെങ്കിൽ ഈ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള അവധിക്കാലമാണ്. ആ പ്രായത്തിലുള്ള ഒരു 7-8 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിലൊരു 5ഓളം കുട്ടികൾ ഒരുമിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അടുത്ത് വന്നത്. 7ഓളം കുട്ടികൾ ശ്രീനന്ദയുടെ അതേ പ്രായത്തിലുണ്ട്. അതിൽ തന്നെ ബന്ധുക്കളുമുണ്ട്, കസിൻസും ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പമാണ് ശ്രീനന്ദ എപ്പോഴും നടക്കുക. അതുകൊണ്ട് തന്നെയാണ് പാരൻസിനെ മാറി, അച്ഛനെയും അമ്മയും മാറി അവൾ സ്വതന്ത്രമായി സുഹൃത്തുക്കളോടൊപ്പം നടക്കുന്ന രീതിയിലേക്ക് പോയത്. അപ്പോൾ ഇവരാദ്യം കാണാതായി എന്ന് പറയുമ്പോഴും അത് കൂട്ടുകാരോടൊപ്പം ആരുടെയെങ്കിലും ഒപ്പം കാണും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനുശേഷം വണ്ടിയിൽ കയറുമ്പോഴാണ് ഒന്നുകൂടി അത് തീർച്ചപ്പെടുത്തിയത് എന്തായാലും ഇവിടെ ഇല്ല എന്ന്. അപ്പോൾ അതായത് ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് മകൾ കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവളുടെ അതേ പ്രായത്തിലുള്ള സുഹൃത്തുക്കൾ, കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. അവരോടൊപ്പമാണ് അവൾ നടക്കുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ കൺവെട്ടത്ത് നിന്ന് അവൾ മാറിപ്പോയത്. ശരി സന്തോഷ്.